സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രീൻ ബോണ്ട് അതേമാതിരി ബ്ലൂ ബോണ്ട് എന്നുള്ളൊരു ടോപ്പിക്ക് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിനി എടുക്കാം. വളരെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മസാല ബോണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ മസാല ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ആരംഭിക്കുന്നത് വെച്ചെങ്കിൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ആരംഭിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ മസാല ബോണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ മസാല ബോണ്ട് ഈസ് എ ടേം യൂസ് ടു റെഫർ ടു എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഉപയോഗിക്കുന്ന ഒരു ടേമിനെയാണ് നമ്മൾ മസാല ബോണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്രൂ വിച്ച് ഇന്ത്യൻ എൻറ്റിറ്റീസ് ക്യാൻ റൈസ് മണി, ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് ക്യാൻ റൈസ് മണി ഫ്രം ഓവർസീസ് മാർക്കറ്റ് ഇൻ ദ റുപ്പി നോട്ട് ഫോറിൻ കറൻസി അല്ലേ. അപ്പോൾ അവരവരുടെ മാർക്കറ്റിൽ നിന്ന് തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുക. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അധികം ഡിപ്പെൻഡ് ചെയ്യാതെ അവരവരുടെ എൻറ്റിറ്റീസിൽ നിന്ന് തന്നെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഒന്നാണ് നമ്മളിതിൽ പറയുന്നത് മസാല ബോണ്ട്. അതാണ് പറഞ്ഞത് മസാല ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ദി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ആരംഭിച്ച ഒന്നിനെയാണ് നമ്മൾ മസാല ബോണ്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. These are Indian rupee denominated bond issued to offshore capital market. As of now, it is being traded only at the London Stock Exchange. Masala bonds have been named so by the International Finance Corporation. Investment is arm of the World Bank which issued this bond. എന്തിനു വേണ്ടിയാണ് ഈ ബോണ്ട്സ്, ഈ മസാല ബോണ്ട്സ് നമ്മൾ എന്തിനു വേണ്ടി ഇഷ്യൂ ചെയ്യുന്നു? ടു റൈസ് മണി ഫോർ ദി ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ മസാല ബോണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് വേൾഡ് ബാങ്ക് വിച്ച് ഈസ് ഇഷ്യൂഡ് ദീസ് ബോണ്ട് ടു റൈസ് മണി ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഈ മസാല ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. They protect investors from exchange rate fluctuation and opposed to external commercial borrowing that have to be raised and repaid in dollar. The Union Minister of Road Transport and Highway Shipping launched മസാല ബോണ്ട് ഇഷ്യൂഡ് അറ്റ് ദി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ എന്തിനു വേണ്ടി, റോഡായാലും ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളൊക്കെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് മസാല ബോണ്ട്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദീസ് ബോണ്ട്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് സോവറൈൻ ഗോൾഡ് ബോണ്ട് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമാണ് നെക്സ്റ്റ് എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ സോവറൈൻ ഗോൾഡ് ബോണ്ട് ആർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഡിനോമിനേറ്റഡ് ഇൻ ഫിസിക്കൽ ഗോൾഡ്. Gold bonds are tradable in the stock exchange and can be held both physical and dematerialization ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡിമാറ്റ് from it is issued by the RBI on behalf of the government of India. These bonds carry sovereign guarantee both the capital invested and the guarantee provide ചെയ്യുന്നു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതേമാതിരി ഇൻട്രസ്റ്റ്. അപ്പോൾ സോവറൈൻ ഗോൾഡ് ബോണ്ട് സ്കീം ആർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഡിനോമിനേറ്റഡ് ഇൻ ഫിസിക്കൽ ഗോൾഡ്. ഗോൾഡ് ബോണ്ട്സ് ആർ ട്രേഡബിൾ ഓൺ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഓൺ ദി ഹെൽഡ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ഡിമാറ്റ് ഫോം. It is issued by the RBI on behalf of the government of India. അതേമാതിരി these bonds carry sovereign guarantee both on the capital invested and the interest. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹെഡ്ജ് ഫണ്ടാണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ഓളം. നമ്മൾ ചിലപ്പോൾ അതിന് നല്ല രീതിയിൽ റൈസ് ഉണ്ടായിരിക്കും ഫണ്ടിന്, ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് എന്തായിരിക്കും വളരെയധികം നഷ്ടത്തിലേക്ക് പോകും. അതാണ് ഹെഡ്ജ് ഫണ്ട്സ് എന്നുള്ളതിൽ പറയുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഫാൻസി നെയിമാണ്. ഹെഡ്ജ് ഫണ്ടിന് നമ്മൾ ഫാൻസി നെയിംസാണ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നോക്കാം, ഹെഡ്ജ് ഫണ്ട്സ് ആർ പ്രൈവറ്റ്ലി ഓൺഡ് കമ്പനീസ് ദാറ്റ് പൂൾ ഇൻവെസ്റ്റേഴ്സ് മണി ആൻഡ് റീഇൻവെസ്റ്റ് ദം ഇൻ ടു കോംപ്ലിക്കേറ്റഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ അതാണ് പറയുന്നത് ഹെഡ്ജ് ഫണ്ട്സ് ആർ പ്രൈവറ്റ്ലി
പ്രൈവറ്റ്ലി ഓൺഡ് കമ്പനീസ്, ഉടമസ്ഥത, പ്രൈവറ്റ്ലി ഓൺഡ് പ്രൈവറ്റ് സെക്ടർ സ്ഥാപനങ്ങളാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. ദി ഹെഡ്ജ് ഫണ്ട്സ് ആർ പ്രൈവറ്റ്ലി ഓൺഡ് കമ്പനീസ് ദാറ്റ് പൂൾ ഇൻവെസ്റ്റേഴ്സ് മണി ആൻഡ് റീഇൻവെസ്റ്റ് ദം ഇൻ ടു കോംപ്ലിക്കേറ്റഡ്, അവരെന്ത് ചെയ്യുന്നു, റീഇൻവെസ്റ്റ് ചെയ്യുന്നു, ദം ഇൻ ടു എ കോംപ്ലിക്കേറ്റഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൽ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Hedge fund is basically a fancy name for an investment in partnership. It is an investment fund that pool capital from accredited investors or institutional investors invest in variety of assets. വ്യത്യസ്ത അസറ്റുകളിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓഫൺ വിത്ത് എ കോംപ്ലിക്കേറ്റഡ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷെയറൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള നമ്മളിപ്പോൾ നമ്മുടെ കാശ് വ്യത്യസ്ത തരത്തിലുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹെഡ്ജ് ഫണ്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ഹെഡ്ജ് ഫണ്ട്സ് ആണ് പറയുന്നത്, പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. പിന്നെ it is administered by professional investment management firm. Hedge funds are set up by limited partnership and limited liability corporation that protect the manager and investors from the creditors. അല്ലേ, അപ്പോൾ ഹെഡ്ജ് ഫണ്ട്സ് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അത് ഏതൊക്കെ തരത്തിലുള്ള പ്രൊട്ടക്ഷനാണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ എ പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. ഹെഡ്ജ് ഫണ്ട്സ് ആർ സെറ്റപ്പ് ആസ് എ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്, അതേമാതിരി തന്നെ ലിമിറ്റഡ് ലാബിലിറ്റി കോർപ്പറേഷൻ ദാറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു മാനേജർ ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഫ്രം ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെഡ്ജ് ഫണ്ട്സ് സഹായിക്കുന്നു. If the fund goes bankrupt, the contract describe how the manager is paid. It may sometime outline what a manager can invest it, but there is no limit. Hedge funds are made available only to a certain sophisticated and accredited investors. Sophisticated എന്ന് പറഞ്ഞാൽ നൂതനമായ ടെക്നിക്സുകൾ, മോഡേൺ ടെക്നിക്സ് ഒക്കെയാണ് ഇത് വരുന്നത്. അവർക്കാണ് കൂടുതലായിട്ടും പ്രൊവൈഡ് ആൻഡ് കനോട്ട് ബി ഓഫേർഡ് ഓർ സോൾഡ് ടു ദ ജനറൽ പബ്ലിക്കിന് അത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഹെഡ്ജ് ഫണ്ട്സുകൾ ഇതിലൂടെ ഉണ്ടാവുന്നത് കൊടുക്കുന്നത് ആർക്കൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്, അക്രെഡിറ്റഡ്, അതേമാതിരി തന്നെ ദീസ് ഫണ്ട്സ് മാനേജർ, അതേമാതിരി തന്നെ ഇൻവെസ്റ്റേഴ്സ് ഫ്രം ക്രെഡിറ്റേഴ്സ്. ഇഫ് ദ ഫണ്ട് ഗോസ് ബാങ്ക്രപ്റ്റ്, ഇത് എന്ന് പറയുന്നത് ഇറ്റ് മേ സം ടൈം ഔട്ട്ലൈൻ വാട്ട് എ മാനേജർ ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ബട്ട് ദർ ഈസ് നോ ലിമിറ്റ്. ഹെഡ്ജ് ഫണ്ട്സ് ആർ അവൈലബിൾ to certain sophisticated and accredited investors and cannot be offered or sold to the general public. അതൊക്കെയാണ് നമുക്കതിൽ പറയാനുള്ളത് ഹെഡ്ജ് ഫണ്ട്സ് എന്നുള്ളതിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ലിക്വിഡ് അസറ്റാണ് വരുന്നത്. അപ്പോൾ മെജോറിറ്റി ഓഫ് ഹെഡ്ജ് ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ റിലേറ്റീവ്ലി ലിക്വിഡ് അസറ്റുകളാണ് അതിൽ വരുന്നത്, ലിക്വിഡ് അസറ്റ്സ്. ഹവർ ഫണ്ട്സ് വിച്ച് ഓപ്പറേറ്റ് സിമിലർലി ടു ഹെഡ്ജ് ഫണ്ട് ബട്ട് ആൻഡ് റെഗുലേറ്റഡ് സിമിലർലി ടു മ്യൂച്വൽ ഫണ്ട്സ് ആർ അവൈലബിൾ ആൻഡ് നോൺ ആസ് ലിക്വിഡ് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് നമുക്കതിൽ പറയാനുള്ളത്. ഹെഡ്ജ് ഫണ്ട്സ്, അപ്പോൾ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു, നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിലെ ഇന്നൊവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ആ ഇന്നൊവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളതിൽ നമുക്ക് പറയാം ഗ്രീൻ ബോണ്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗ്രീൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനുള്ളതാണ്, ഗ്രീൻ ബോണ്ട് നമ്മൾ എന്തിനു വേണ്ടി, റീന്യൂവബിൾ എനർജി ഓർ എമിഷൻ റിഡക്ഷൻ, അതിനൊക്കെ വേണ്ടിയുള്ളതാണ് ഗ്രീൻ ബോണ്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലൂ ബോണ്ടാണ് പറഞ്ഞത്. ബ്ലൂ ബോണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റും വാട്ടർ ഇൻഫ്രാസ്ട്രക്ചറിനും വേണ്ടിയാണ് ബ്ലൂ ബോണ്ട് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ടോപ്പിക് നമ്മളിവിടെ പറഞ്ഞ മസാല ബോണ്ട് എന്നുള്ളൊരു ടോപ്പിക്കാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ മസാല ബോണ്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പറയുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഇൻ ഇന്ത്യ, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് വേണ്ടി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് വേണ്ടി ആരംഭിക്കുന്നതിനെയാണ് നമ്മൾ മസാല ബോണ്ട്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പറയുന്നത് ഇതൊക്കെയാണ്, അതിൽ പറഞ്ഞ ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ, അതേമാതിരി ഷിപ്പിംഗ്, ലോഞ്ച്, അതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സോവറൈൻ ഗോൾഡ് ബോണ്ട് സ്കീമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതിലൂടെ നമ്മൾ ഫിസിക്കൽ ആൻഡ് ഡിമാറ്റ് ഫോമിലാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ RBI ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ്റിന് പകരം RBI ആണ്. ദിസ് ബോണ്ട് ക്യാരി സോവറൈൻ ഗ്യാരണ്ടി ബോത്ത് ദി ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആൻഡ് ദ ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ ഹെഡ്ജ് ഫണ്ട്സ് ആണ് പറയുന്നത് അല്ലേ. ഹെഡ്ജ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നമ്മൾക്ക് എന്തിനു വേണ്ടിയാണ്, പ്രൊട്ടക്ട് ദ മാനേജർ ഓർ ഇൻവെസ്റ്റേഴ്സ് ഫ്രം ക്രെഡിറ്റേഴ്സ്.
ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, മാനേജറിനെയും ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒന്നിനെയാണ് നമ്മൾ ഹെഡ്ജ് ഫണ്ട്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്നത് എന്താണ് നമ്മൾ പറയുന്നത്, ഇതിലെന്താണ് ഉദ്ദേശിക്കുന്നത്? ഹെഡ്ജ് ഫണ്ട്സ് ആർ മെയ്ഡ് അവൈലബിൾ ഓൺ എ സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് അക്രഡിറ്റഡ് ഇൻവെസ്റ്റേഴ്സ് കനോട്ട് ഓഫേർഡ് ഓർ സോൾഡ് ടു ദി ജനറൽ പബ്ലിക്കിന് കൊടുക്കില്ല. ആർക്കൊക്കെയാണ്? സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് അക്രഡിറ്റഡ് ക്രെഡിറ്റേഴ്സിന് മാത്രമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വെദർ ഡെറിവേറ്റീവ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ വെദർ ഡെറിവേറ്റീവ്? വെദർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞൊരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആണ് ദാറ്റ് ഡിറൈവ് ദർ വാല്യൂസ് ഫോർ വെദർ റിലേറ്റഡ് വാരിയബിൾ. ഏതിനൊക്കെ? വെദർ റിലേറ്റഡ് വാരിയബിൾസിനനുസരിച്ചിട്ടാണ് അതിൽ വരുന്നത്. അതിൽ ടെമ്പറേച്ചർ, റെയിൻഫാൾ, സ്നോഫോൾ, അതേമാതിരി തന്നെ ഫ്രോസ്റ്റ്, വിൻഡ്, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് അതിൽ വേരിയേഷൻസ് സംഭവിക്കുന്നത്. അതാണ് ഒന്നുമില്ല അതിൽ നമ്മുടെ ആ ടേമിൽ തന്നെ അർത്ഥം വരുന്നുണ്ട്, വെദർ ഡെറിവേറ്റീവ്സ് അല്ലേ. അപ്പോൾ വെദറിനനുസരിച്ചിട്ട് ആണ് വരുന്നത് വെദർ ഡെറിവേറ്റീവ്സ്. അപ്പോൾ നോക്കുക, വെദർ ഡെറിവേറ്റീവ്, ദ നോഷൻ ഓഫ് വെദർ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഗെയിൻ പോപ്പുലാരിറ്റി. കൂടുതലായിട്ടും എന്നാണ് അത് പോപ്പുലാരിറ്റി ആയത്? ഇൻ ദ മിഡ് 1990s വിത്ത് ദി ഡീറെഗുലേഷൻ ഓഫ് US എനർജി ഇൻഡസ്ട്രി. അതിലൂടെ എന്താണ്? ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ട്രേഡഡ് ഓവർ എക്സ്ചേഞ്ച് ഓവർ ദി കൗണ്ടർ പ്ലാറ്റ്ഫോം. വെദർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇനി എന്താണ്? വെദർ ഡെറിവേറ്റീവ്സ് ആർ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ദാറ്റ് ഡിറൈവ് ദർ വാല്യൂ ഫ്രം വെദർ റിലേറ്റഡ് വാരിയബിൾ. വെദർ റിലേറ്റഡ് വാരിയബിൾസ് ആയ ടെമ്പറേച്ചർ, പിന്നെ റെയിൻഫോൾ, സ്നോഫോൾ, ഫ്രോസ്റ്റ്, വിൻഡ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. ടിപ്പിക്കൽ യൂസേഴ്സ് ഓഫ് വെദർ ഡെറിവേറ്റീവ്സ് ഇൻക്ലൂഡ് ആരൊക്കെയാണ്? ഫാർമേഴ്സ്, to hedge against poor harvest caused by frost or low rainfall, മഴയൊന്നുമില്ലാതെ നഷ്ടം സംഭവിക്കുക അല്ലേ. ആൻഡ് എനർജി കമ്പനീസ് ദാറ്റ് മേ യൂസ് വെദർ ഡെറിവേറ്റീവ് ടു സ്മൂത്ത് ഏർണിംഗ് കോസ്ഡ് ബൈ അൺറീസണബിളി വാം ഓർ കൂൾ ടെമ്പറേച്ചർ. അതേമാതിരി ദ സെല്ലർ ഓഫ് എ വെദർ ഡെറിവേറ്റീവ് അഗ്രി ടു ബെയർ ദ ഡിസ്ക് ഓഫ് ഡിസാസ്റ്റേഴ്സ് സംഭവിച്ചിട്ട് ഇൻ റിട്ടേൺ ഓഫ് ദി പ്രീമിയം. ഇറ്റ് ഈസ് നോ ഡാമേജ് ഇൻക്വർ ബിഫോർ ദി എക്സ്പിരേഷൻ ഓഫ് ദി കോൺട്രാക്ട് ആൻഡ് ദ സെല്ലർ വിൽ മേക്ക് എ പ്രോഫിറ്റ്. ഇതൊക്കെയാണ് വെദർ ഡെറിവേറ്റീവ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, വേറൊരെണ്ണം നമുക്കിനി പറയാനുള്ള ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ അസറ്റിനെയാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസി ഈസ് എ ഡിജിറ്റൽ അസറ്റ്. അതെന്തിനു വേണ്ടി ഉപയോഗിക്കും? ടു വർക്ക് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ദാറ്റ് യൂസസ് സ്ട്രോങ് cryptography to secure financial transaction, control the creation of additional unit, അതേമാതിരി തന്നെ വെരിഫൈ ദി ട്രാൻസ്ഫർ ഓഫ് അസറ്റ് അല്ലേ. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഇസ് എ ഡിജിറ്റൽ അസറ്റാണ്. is designed to work as a medium of exchange that uses strong cryptography to secure, കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക ഇതിലൂടെ ഫിനാൻഷ്യൽ cryptography to secure financial transaction, കൺട്രോൾ ദി ക്രിയേഷൻ ഓഫ് അഡീഷണൽ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് വെരിഫൈ ദി ട്രാൻസ്ഫർ ഓഫ് അസറ്റ്, വെരിഫൈ ചെയ്യാം അസറ്റിൻ്റെ ട്രാൻസ്ഫറൊക്കെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. While some cryptocurrencies have ventured into physical world with credit cards and other projects, the large majority remain entirely intangible. Cryptocurrency is an internet-based medium of exchange. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റുമായിട്ട് ബേസ്ഡ് ആയ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. വിച്ച് മേ ക്രിപ്റ്റോഗ്രാഫിക്കൽ ഫങ്ഷൻ ടു കണ്ടക്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ വളരെ സ്മൂത്തായി നടക്കാൻ, ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നതിന് വേണ്ടി ഉള്ള ഒന്നിനെയാണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Cryptocurrencies use leverage blockchain technology to gain decentralization, transparency, immutability. So an important feature of cryptocurrency is a common commitment to ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ എന്തിനൊക്കെ ഇതിലൂടെ ഡീസെൻട്രലൈസേഷന് വേണ്ടി ഇതിലൂടെ സാധിക്കുന്നുണ്ട്, ട്രാൻസ്പാരൻസിക്ക് സാധിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഏതോ ഒരു പോയിൻ്റ് കൂടിയും പറഞ്ഞല്ലോ ഏതൊക്കെയാണ്, ഇമ്മ്യൂട്ടബിലിറ്റിക്ക് പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ക്രിപ്റ്റോ കറൻസി ഈസ് എ കോമൺ കമ്മിറ്റ്മെൻറ്റ് ഫോർ ഡീസെൻട്രലൈസേഷൻ.
Blockchain is a public ledger. All transactions that ever happen within the network available to everyone. എല്ലാവരുടെ അടുത്തേക്കും അത് അവൈലബിൾ ആവാൻ ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ cryptocurrencies are almost always designed to the free from government manipulation and control. മാനിപ്പുലേഷനിൽ നിന്നും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇതിലൂടെ ക്രിപ്റ്റോ കറൻസിയിലൂടെ സാധിക്കുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസീസ് ക്യാൻ ബി സെൻഡ് ഡയറക്ട്ലി ബിറ്റ്വീൻ ടു പാർട്ടീസ്, ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കീ. These transfers can be done with a minimal processing fees ഉള്ളൂ, allowing users to avoid the steep fees charged by traditional financial institutions. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്നുള്ളൊരു ടോപ്പിക്കാണ് ഞാനിവിടെ പറഞ്ഞത് അല്ലേ. അപ്പം നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഈസ് എ ഡിജിറ്റൽ അസെറ്റ്, ഒരു ഡിജിറ്റൽ അസറ്റാണ്. ഡിസൈൻ ടു വർക്ക് എസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ദാറ്റ് യൂസസ് സ്ട്രോങ് ക്രിപ്റ്റോഗ്രാഫി ടു സെക്യൂർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ. നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻ്റർനെറ്റിലൂടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നു. അതിലൂടെ നമുക്ക് എന്തിന് ടു സെക്യൂർ ക്രിപ്റ്റോഗ്രാഫി ടു സെക്യൂർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് കൺട്രോൾ ദ ക്രിയേഷൻ ഓഫ് അഡീഷണൽ യൂണിറ്റുകളൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതിനും ആൻഡ് വെരിഫൈ ദ ട്രാൻസ്ഫർ ഓഫ് അസറ്റൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. വെൽ സം ക്രിപ്റ്റോ കറൻസീസ് ഹാവ് ventured into physical world with a credit card or other projects. With the large majority remain entirely intangible ആയിട്ട് നമുക്ക് പറയാം. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ബേസ് ചെയ്താൽ ഇസ് എൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് വിച്ച് യൂസസ് ക്രിപ്റ്റോഗ്രാഫിക്കൽ ഫങ്ഷൻ ടു കണ്ടക്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. Cryptocurrencies use leverage blockchain technology to gain അതിലൂടെ decentralization, transparency, immutability is an important feature of cryptocurrencies to common commitment of decentralization. ഇതൊക്കെയാണ് നമുക്കതിൽ പറയാനുള്ളത് കേട്ടോ. പിന്നെ cryptocurrencies are almost always designed to be free from government manipulation and control. പിന്നെ ക്രിപ്റ്റോ കറൻസീസ് ക്യാൻ ബി സെൻഡ് ഡയറക്ട്ലി ബിറ്റ്വീൻ ടു പാർട്ടീസ്, ദാറ്റ് ഈസ് യൂസസ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കീസ്. ദീസ് ട്രാൻസ്ഫേഴ്സ് ക്യാൻ ബി ഡൺ വിത്ത് എ മിനിമൽ പ്രോസസ്സിംഗ് ഫീസ് ആൻഡ് അലോവിങ് യൂസേഴ്സ് ടു അവോയ്ഡ് ചെയ്യുന്നു സ്റ്റീപ്പ് ഫീസ് ചാർജ്ഡ് ബൈ ട്രഡീഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ള ബിറ്റ് കോയിൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ബിറ്റ് കോയിൻ ഈസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫേമസ് ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിറ്റ് കോയിൻ ഈസ് എ ന്യൂ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം, ഒരു ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റമാണ് ബിറ്റ് കോയിൻ. ദാറ്റ് യൂസസ് എ പിയർ ടു പിയർ നെറ്റ്വർക്ക് ടു പ്രിവെൻറ്റ് ഡബിൾ സ്പെൻഡിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി, മൊത്തം ഇരട്ടിച്ചെലവുകൾ വരികയാണെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലേ. അപ്പോൾ ബിറ്റ് കോയിൻ ഈസ് എ ന്യൂ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം ദാറ്റ് യൂസസ് പിയർ ടു പിയർ നെറ്റ്വർക്ക് ടു പ്രിവെൻറ്റ് ചെയ്യുന്നു ഡബിൾ സ്പെൻഡിങ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് with no server or central authority. അതാണ് ബിറ്റ് കോയിൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അൾട്ട് കോയിൻസ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് വൺ. അൾട്ട് കോയിൻസ് These currencies modeled Bitcoin are collectively called altcoins. മാറ്റങ്ങൾ അല്ലേ. അപ്പോൾ these currencies modeled after Bitcoin are collectively called, അതിനെ എല്ലാറ്റിനെയും കൂടി നമ്മൾ ബിറ്റ്കോയിനെയൊക്കെ collectively called altcoins and have often tried to present themselves as modified and improved version. ഇതിൻ്റെ ബിറ്റ് കോയിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അൾട്ട് കോയിൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മോഡിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് ബിറ്റ് കോയിൻ ഈസ് കോൾഡ് അൾട്ട് കോയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദി കറൻസീസ് മോഡൽഡ് ആഫ്റ്റർ ബിറ്റ് കോയിൻ ആർ കളക്റ്റീവ്ലി കോൾഡ്, അതിനെ കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് അൾട്ട് കോയിൻ. ഹാവ് ഓഫൺ ട്രൈ ടു പ്രസൻറ്റ് ദംസെൽവ്സ് ആസ് മോഡിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് വേർഷൻ. മോഡിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് വേർഷനെയാണ് ബിറ്റ് കോയിൻ്റെ കുറച്ചും കൂടി മോഡിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് വേർഷനെയാണ് നമ്മൾ അൾട്ട് കോയിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കുക, ലൈറ്റ് കോയിൻ. Litecoin was one of the first cryptocurrencies after Bitcoin and tagged as the silver to the digital gold Bitcoin.
ഫാസ്റ്റർ ദാൻ, ഇതിനേക്കാൾ ഫാസ്റ്റർ ആണ്, ഫാസ്റ്റർ ദാൻ ബിറ്റ്കോയിൻ വെൻ വിത്ത് എ ലാർജ് എമൗണ്ട് ഓഫ് ടോക്കൺ ആൻഡ് എ ന്യൂ മൈനിങ് algorithm. Litecoin is a real innovation perfectly tailored to be the smaller brother of Bitcoin. ബിറ്റ്കോയിൻ്റെ സ്മോളർ ആയിട്ടാണ് നമ്മളിതിനെ പറയുന്നത് ലൈറ്റ് കോയിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഏതൊക്കെ പറഞ്ഞു? ക്രിപ്റ്റോ കറൻസിയാണ് പറഞ്ഞത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കറൻസിയെ ഇൻ്റർനെറ്റ് ബേസ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ഈസ് എൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് വിച്ച് യൂസസ് ക്രിപ്റ്റോഗ്രാഫിക്കൽ ഫങ്ഷൻ ടു കണ്ടക്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞ ബിറ്റ് കോയിൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് പറഞ്ഞത്. ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫേമസ് ക്രിപ്റ്റോ കറൻസിയാണ്. അതിലെന്ത് പ്രിവെൻറ്റ് ചെയ്യുന്നു? പ്രിവെൻറ്റ് ഡബിൾ സ്പെൻഡിങ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതിനെയാണ് നമ്മൾ ബിറ്റ് കോയിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ അൾട്ട് കോയിൻ ആണ് പറയുന്നത്. എല്ലാം കൂടിച്ചേർന്നതിനെയാണ് നമ്മളിത് പറഞ്ഞ അൾട്ട് കോയിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ദ കറൻസീസ് മോഡൽ ആഫ്റ്റർ ബിറ്റ് കോയിൻ ആർ കളക്റ്റീവ്ലി കോൾഡ്, അതിനെയാണ് അൾട്ട് കോയിൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഹാവ് ബീൻ ട്രൈ ടു പ്രസൻറ്റ് ദംസെൽവ്സ് ആസ് മോഡിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് ബിറ്റ് കോയിനെയാണ് നമ്മൾ അൾട്ട് കോയിൻ എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നോക്കുക, ലൈറ്റ് കോയിൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് പറയുന്നത്. ലൈറ്റ് കോയിൻ വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസീസ് ആഫ്റ്റർ ബിറ്റ് കോയിൻ ആൻഡ് ടാഗ്ഡ് ആസ് ദി സിൽവർ ടു ദ ഡിജിറ്റൽ ഗോൾഡ് ബിറ്റ് കോയിൻ. ഫാസ്റ്റർ ദാൻ, ഇതിന് ഫാസ്റ്റർ ആണ് ബിറ്റ് കോയിൻ വെൻ എ ലാർജ് എമൗണ്ട് ഓഫ് ടോക്കൺ ആൻഡ് എ ന്യൂ മൈനിങ് അൽഗോരിതം. ലൈറ്റ് കോയിൻ ഹാസ് എ റിയൽ ഇന്നോവേഷൻ പെർഫെക്റ്റ്ലി ടൈലേർഡ് ടു ബി ദ സ്മോളർ ബ്രദർ ഓഫ് ബിറ്റ് കോയിൻ. നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് റിപ്പിൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. റിപ്പിൾ ഹാസ് ബീൻ സക്സസ് വിത്ത് ഇറ്റ്സ് കറൻറ്റ് ബിസിനസ് മോഡൽ. ഇറ്റ് റിമെയിൻസ് വൺ ഓഫ് ദി മോസ്റ്റ് എനിക്റ്റിംഗ് ഡിജിറ്റൽ കറൻസീസ് എമംഗ് ട്രഡീഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലുക്കിംഗ് ഫോർ വേ ടു revolutionize cross-border payment. It is also currently the third largest cryptocurrency in the world by overall market cap. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് നമ്മൾ പറയുന്ന ഒരെണ്ണമാണ് ടെറ്റർ എന്ന് പറയുന്നതാണ് വേറൊരെണ്ണം പറയുന്നത്. ടെറ്റർ വാസ് ലോഞ്ച്ഡ് ഇൻ 2014. Tether described itself a blockchain-enabled platform designed to facilitate use of flat currencies in a digital manner. നെക്സ്റ്റ് പറയുന്ന ഒന്നാണ് മൊനേറോ എന്ന് പറയുന്നത്. മൊനേറോ ഈസ് എ സെക്യൂർ പ്രൈവറ്റ് ആൻഡ് അൺട്രേസബിൾ കറൻസിയാണ് മൊനേറോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തറം എന്ന് പറയുന്നതാണ്. എത്തർ ലോഞ്ച്ഡ് ഇൻ 2015. Currently the second largest digital currency by market cap after Bitcoin, although it lags behind the dominant cryptocurrency by a significant margin. Next പറയുന്നതാണ് അടുത്തത് നോക്കുക, EOS ആണ് പറയുന്നത്. EOS എന്ന് പറയുന്നത് launched in June 2018. EOS was created by cryptocurrency. അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ EOS ഈസ് ഡിസൈൻ ആഫ്റ്റർ എന്താണ്, സോ ഇറ്റ് ഓഫേഴ്സ് എ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഡെവലപ്പേഴ്സ് ക്യാൻ ബിൽഡ് എ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ. അതാണ് അതിൽ പറയുന്നത്. ഇതൊക്കെ പലതരത്തിലുള്ള ക്രിപ്റ്റോ കറൻസിയുടെ മോഡൽസാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ക്രിപ്റ്റോ കറൻസി എന്നുള്ളൊരു ടോപ്പിക്കാണ് പറഞ്ഞത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് മീഡിയം ഓഫ് എക്സ്ചേഞ്ചിനെയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ബിറ്റ് കോയിൻ. ഏതൊക്കെയാണ് അതിൽ വരുന്നത്? ബിറ്റ് കോയിൻ വരുന്നുണ്ട്, പിന്നെ അൾട്ട് കോയിൻസ് വരുന്നുണ്ട്, റിപ്പിള്, ടെത്തർ, പിന്നെ മൊനേറോ, പിന്നെ EOS. അതൊക്കെയാണ് നമ്മളതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇന്നൊവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്നൊവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്നതാണ്, ശ്രദ്ധിക്കുക, ഗ്രീൻ ബോണ്ട്, ബ്ലൂ ബോണ്ട്, മസാല ബോണ്ട്, സൊവറൈൻ ഗോൾഡ് ബോണ്ട്, പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത്, ഒരു ഹെഡ്ജ് ഫണ്ട്സ്, പിന്നെ വെതർ ഡെറിവേറ്റീവ്സ് പറഞ്ഞു, പിന്നെ ക്രിപ്റ്റോ കറൻസി. ആ ക്രിപ്റ്റോ കറൻസിയിൽ വരുന്ന ഡിവിഷൻസൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കുറേ ഡിവിഷൻസ് പറഞ്ഞത്.
പിന്നെ നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് മാർക്കറ്റിംഗ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് എന്തൊക്കെ മെത്തേഡ്സ് ആണ്, അത് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ജനറലായിട്ട് കുറച്ച് ടോപ്പിക്കുകൾ പറയാം. ദി ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് അഡോപ്റ്റഡ് ടു ഇഷ്യൂ സെക്യൂരിറ്റീസ് ഇൻ ദി ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ നമ്മൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെയാണ് ത്രൂ പ്രോസ്പെക്ടസ്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ. നമുക്കറിയാം പ്രോസ്പെക്ടസ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നു അല്ലേ. ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നു. എന്നിട്ട് രണ്ടാമതായിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ പബ്ലിക് ഇഷ്യൂ നടത്തുന്നു, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. പിന്നെ അതേമാതിരി എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഓഫർ ഫോർ സെയിൽ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്സാണ് അടുത്ത ടോപ്പിക്കായിട്ട് പറയുന്നത്. മെത്തേഡ്സ് ഫോർ ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിന്, മാർക്കറ്റിംഗ് സെക്യൂരിറ്റീസ് ഷെയർസ് മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നല്ല രീതിയിൽ നോക്കുക. എന്നിട്ട് അതിലെന്തെങ്കിലുമൊക്കെ സംശയം വരികയാണെങ്കിൽ പറഞ്ഞു തരാം. ശരി, ഓക്കെ.